ഹായ് ഹലോ വെൽക്കം ടു ഈവ് സ്റ്റോക്സ്. ഇതൊരു പുതിയ ചാനലാണ്. ഇന്ന് നമുക്ക് സെൽഫായിട്ട് എങ്ങനെ ഡൈ ചെയ്യാമെന്ന് പഠിക്കാം കേട്ടോ. വീട്ടിൽ തന്നെ പാർലറിൽ പോകാതെ വീട്ടിൽ തന്നെ നമ്മളുടെ ബാക്ക് സൈഡിലുള്ള മുടി, ഫ്രണ്ടിലുള്ള മുടി, മുഴുവൻ മുടിയും വൃത്തിയായിട്ട് സെൽഫായിട്ട് എങ്ങനെ ഡൈ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, അതിന് മുമ്പിൽ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മൾ ഡൈ ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ആദ്യം വേണ്ടുന്നത് ഒരു ശകലം ബോഡി ലോഷനാണ്. മോയ്സ്ചറൈസ് ക്രീമോ എന്തെങ്കിലും ഒരു ബോഡി ലോഷനോ മോയ്സ്ചറൈസർ ക്രീമോ എന്തെങ്കിലും ഒരു ശകലം എടുത്തിട്ട് നമ്മുടെ ഈ നെറ്റിയിൽ ഇതിൻ്റെ മുടിയുടെ വെളിയിലായിട്ട് മുടിയലായ ചേർത്ത് വെച്ചാൽ അത്രയും ഭാഗത്ത് നമുക്ക് ഡൈ പിടിക്കത്തില്ല. അതുകൊണ്ട് മുടി വിട്ടിട്ട് താഴോട്ട് ഇച്ചിരി ക്രീമോ പെട്രോളിയം ജെല്ലിയോ അതുപോലെ എന്തെങ്കിലും മതി. ഇച്ചിരി ഓയിലി ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ക്രീം അല്ലെങ്കിൽ ഒരു ശകലം വെളിച്ചെണ്ണ എടുത്ത് തട്ടിയാൽ മതി. ഇങ്ങനെ ഫുൾ റൗണ്ടിൽ ഇങ്ങനെ മുടിയിൽ ഒട്ടാതെ ബാക്കിയുള്ള ഭാഗത്ത് ഒരു ശകലം ഇങ്ങനെ ഒരു 2 ഡ്രോപ്പ് മതി. എല്ലാം ഒന്ന് തേച്ച് വെക്കുക. അത് കഴിഞ്ഞ് വേണ്ടുന്നത് നല്ലൊരു ചീപ്പ്, പിന്നെ ഒരു 4 ക്ലിപ്പ്, ഇതുപോലുള്ളതോ ചെറിയ ക്യാച്ച് ക്ലിപ്പ് ആയാലും മതി. 4 ക്ലിപ്പ് വേണ്ടുന്നത്. നല്ലൊരു ബ്രഷ്, നമുക്ക് ഡൈ മിക്സ് ചെയ്യാനുള്ള ബൗള്. ഇപ്പം ഞാൻ ഇതിനകത്ത് ഡൈ മിക്സ് ചെയ്ത് വെച്ചേക്കുക ഓൾറെഡി. കാരണം ഡൈ ഞാൻ കാണിക്കുന്നില്ല. ഈ ഡൈയെക്കുറിച്ച് പറയാനല്ല, ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതിനെക്കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. അത് കാരണം ഞാൻ ഡൈ ഒന്നും കാണിക്കുന്നില്ല. ഞാൻ ഓൾറെഡി ഡൈ മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് പിന്നെ വേണ്ടുന്ന ഒരു കണ്ണാടി. ഇത് കണ്ടോ, ഇതൊരു കണ്ണാടിയാണ്. ഇതുപോലൊരു കണ്ണാടി. ഈ കണ്ണാടിയുടെ ഫ്രണ്ടിലാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ഈ കണ്ണാടി നോക്കിക്കൊണ്ട് വേണം നമ്മൾ ചെയ്യാൻ. ഈ കണ്ണാടി നോക്കിക്കൊണ്ടാണ് ഞാനിപ്പം ഡൈ ചെയ്യുന്നത്. നമ്മളിപ്പം ആദ്യം മുടിയെ നന്നായിട്ട് ചീകണം കേട്ടോ. ചീപ്പെടുത്ത് തലമുടി നല്ലതായിട്ട് കെട്ടൊന്നുമില്ലാതെ നല്ലതായിട്ട് ഫ്രീ ആയിട്ട് മുടി ഇങ്ങനെ ഒഴുകി പോരുന്ന പോലെ അകത്തെല്ലാം നല്ല വൃത്തിയായിട്ട് ചീകിയെടുക്കണം. ഹെയറെ നല്ലപോലെ ചീകിയിട്ട് മുടിയെ നടുക്ക് സെൻറ്ററിലൊരു വകുപ്പെടുക്കാം. ഇത് കണ്ടോ, മുടിയെല്ലാം വെള്ളയായി ഞാൻ വെള്ളയാക്കി വെച്ചേക്കുക ഡൈ ചെയ്ത് കാണിക്കാൻ വേണ്ടി. അല്ലെങ്കിൽ ഞാൻ നേരത്തെ ചെയ്യുന്ന. എന്നിട്ട് നമുക്ക് ഇതിനെ ഇങ്ങോട്ടും ഇവിടെ നിന്നുള്ള പകുതി മുടി ഇങ്ങോട്ടും എടുക്കുക. ഈ മുടി എടുത്ത് നമ്മളിങ്ങനെ കെട്ടി വെക്കുക. നന്നായിട്ട് നമ്മൾ ക്ലിപ്പ് ചെയ്ത് വെക്കണം. ക്ലിപ്പ് ചെയ്ത് വെക്കുക. അതേപോലെ ഈ സൈഡിലുള്ള മുടിയെടുത്ത് കെട്ടിയിട്ട് ക്ലിപ്പ് ചെയ്ത് വെക്കുക. ഇങ്ങനത്തെ തന്നെ ക്ലിപ്പ് വേണമെന്നൊന്നുമില്ല. നമ്മുടെ ക്യാഷ് ക്ലിപ്പ് ആയാലും മതി. ക്യാഷ് ക്ലിപ്പ് എനിക്ക് തോന്നുന്നു ഇതിലും കുറച്ചും കൂടെ നന്നായിട്ട് നിൽക്കുമായിരിക്കുമെന്ന്. എന്നിട്ട് ഈ ബാക്കിലുള്ള മുടിയെ അതേപോലെ 2 പാർട്ടാക്കിയിട്ട് ആണെങ്കിൽ എടുത്ത് ക്ലിപ്പ് ചെയ്ത് വെക്കുക. ഇതെല്ലാം മുടിയും ഇങ്ങനെ പാർട്ടായിട്ട് തിരിച്ച് ക്ലിപ്പ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനുശേഷം നമുക്ക് ഫ്രണ്ടിൽ ഒരു പാർട്ട് ഇങ്ങനെ അഴിച്ചിട്ടിട്ട് ഇതൊന്നുകൂടെ ഒന്ന് ചീകി, നമ്മളിപ്പം ഈ എടുത്തപ്പം വല്ല കെട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടി ഒന്നുകൂടെ ഒന്ന് ചീകിയെടുക്കാം. ചീകിയിട്ട് ആദ്യം നമ്മൾ ഈ സെൻറ്റർ ഉണ്ടല്ലോ, ഈ സെൻറ്ററിൽ ഞാൻ കയ്യിലൊരു ഗ്ലൗസ് ഇടുന്നുണ്ട്. ഗ്ലൗസ് പറയാൻ മറന്നുപോയതാണ്. ഈ ഒരു കയ്യിൽ ഗ്ലൗസ് ഇട്ടോ. ആദ്യം തന്നെ നമുക്ക് ഈ സെൻറ്റർ ഉണ്ടല്ലോ അല്ലേ, കണ്ണാടി നോക്കിക്കൊണ്ട് ഈ സെൻറ്ററിൽ നന്നായിട്ട് ചെയ്യാം. ഇത് 2 സൈഡിലോട്ടും ഇങ്ങനെ ചെയ്യണം. എന്നിട്ട് ഇവിടുന്ന് കുറച്ച് മുടി ഇങ്ങനെ ഇങ്ങോട്ട് എടുത്തിട്ട് ഇതിങ്ങനെ ചീകി ഇങ്ങനെ പിടിച്ചിട്ട് വീണ്ടും ഇവിടെ ഒന്ന് ചീകി ഇതാ നന്നായിട്ട് 2 സൈഡിലോട്ടും തേക്കുക. വീണ്ടും ഇവിടുന്ന് ഇങ്ങനെ ഈ ടെയിൽ വെച്ച് ബ്രഷിൻ്റെ ടെയിൽ വെച്ച് ഇങ്ങനെ എടുത്ത്
അതെല്ലാം ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് വീണ്ടും ചീപ്പ് എടുത്ത് ഇവിടെ ഒന്ന് ചെയ്യുക. ഇതിന്ന് മുമ്പേ എടുത്ത പോലെ അത്രയും കുറച്ചെടുക്കണ്ട, കുറച്ച് കൂടുതൽ, അതിൻ്റെ 2 ഡബിൾ പാർട്ടായിട്ട് എടുത്തെടുത്ത് ഇനി നമുക്ക് ബ്രഷ് ചെയ്യാം. ഇങ്ങനെ നമുക്ക് ബ്രഷിൽ താഴെ വരെ അപ്ലൈ ചെയ്യാം. ഡൈ വിട്ടിട്ട് ബാക്കി എടുത്ത് അടുത്തത് ഇതിൽ മേളിൽ ഓൾറെഡി നമ്മൾ സെൻറ്ററിൽ തേച്ചതാണ്. അതുകൊണ്ട് തന്നെ ആദ്യമേ ഫസ്റ്റ് ഒരു ലൈൻ എടുത്തിട്ട് കാണുന്നുണ്ടോ വെള്ളം മുടിയിരിക്കുന്നത്? നല്ലപോലെ ഇങ്ങോട്ടൊക്കെ പരട്ടണം. പ്രത്യേകിച്ച് ഫ്രണ്ടിൽ നല്ലപോലെ തേക്കണം. ഇത് വീണ്ടും ഇങ്ങനെ എടുത്ത് കണ്ടോ വൈറ്റ് ഹെയറിൽ എത്രയുണ്ടെന്ന് കണ്ടോ? ഇത് നമുക്ക് ഇവിടെയൊക്കെ വെള്ളം മുടിയുണ്ട്. അതൊക്കെ നമ്മളിങ്ങനെ പിടിച്ച് അപ്പം ഞാൻ ഈ സൈഡിലെ മുടിയും നന്നായിട്ട് ചീയെടുത്തിട്ടുണ്ടേ. അപ്പം നമുക്ക് ഇവിടുന്ന് ഇട്ട് തുടങ്ങാം. ആദ്യം ബാക്കിൽ നിന്ന് ഇടാം. അങ്ങനെ ഫ്രണ്ട് മുടിയിലൂടെ അങ്ങ് ചെയ്യുവാണേ. മുടി ഫുള്ള് വെള്ളയാണ്, കണ്ടോ? ഇവിടുത്തെ മുടിയെല്ലാം വെള്ള മുടിയാണ്.
ചേക്കുമ്പോൾ തന്നെ ഇങ്ങോട്ടുള്ളത് മുടിയും കൂടെ തേച്ച് വെച്ചേക്കണം. ഈ സൈഡിലോട്ടുള്ളതും കൂടെ എല്ലാം ഫിനിഷ് ചെയ്ത് ഇത് കാണാൻ പറ്റുമോ? ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ട് കണ്ടോ, കാണുന്നുണ്ടോ? എന്നിട്ട് ഈ മുടിയെ ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ഫ്രണ്ടിലോട്ട് കൊണ്ടുവരണം. ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്ന് ചീകൊണ്ട് ഇതിൽ ശരിക്കും അങ്ങ് തേക്കണം. കണ്ടോ? നമുക്ക് മുടിയെ വലിക്കുമ്പോൾ തന്നെ അറിയാം. ഈ ഫ്രണ്ടിലെ കണ്ണാടി നോക്കിയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. എല്ലാ ക്ലിപ്പും ഊരി, കറുത്ത ഡ്രസ്സായതുകൊണ്ട് ഇത്രയും ധൈര്യമായിട്ട് ചെയ്യുന്നത്. എല്ലാ ക്ലിപ്പും ഊരി മുടിയെല്ലാം അഴിച്ച് വീണ്ടും മുടി വന്ന് ചീവുകയാണേ. മുടി നന്നായിട്ട് നമ്മളങ്ങ് കെട്ടി വെക്കുക. 45 മിനിറ്റാണ് ഈ ഡൈയുടെ ടൈം. 45 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് വാഷ് ചെയ്ത് ഇത് കാണാം. ഓക്കെ, ഇപ്പം നമുക്ക് മുടി ഞാൻ നല്ല വാഷ് ചെയ്തിട്ട് വന്നേ. നന്നായിട്ട് ഷാമ്പൂ ഇട്ട് വാഷ് ചെയ്ത്, ഓരോ ഷാമ്പൂവിലും അതിലെന്തോ നിർദ്ദേശങ്ങളെന്ന് വെച്ചാൽ അതിനനുസരിച്ച് കഴുകുക. ചില ഷാമ്പൂ ആഡഡ് ആയിരിക്കും, അപ്പോൾ അതിന് നമ്മൾ എക്സ്ട്രാ ഇട്ട് കഴുകേണ്ട ആവശ്യമില്ല. ചില ഷാമ്പൂ നമ്മൾ രണ്ടാമത് യൂസ് ചെയ്യേണ്ടി വരും. ഞാനിപ്പം ഷാമ്പൂ യൂസ് ചെയ്ത് നന്നായിട്ട് മുടി കഴുകിയിട്ട് വന്നാണ്. നമുക്ക് ചെറുതായിട്ടൊന്ന് ട്രൈ ആക്കാം, കാരണം എങ്കിലേ നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. പെനമുടി കണ്ടോ? ബാക്ക് സൈഡൊക്കെ കണ്ടോ എങ്ങനെ ഉണ്ടെന്ന്? ഡൈ ചെയ്തപ്പോൾ ഫുള്ള്, ആദ്യം നമ്മൾ ചെയ്യുമ്പോൾ ഫുള്ള് വെള്ളയായിരുന്നു. കണ്ടോ? എങ്ങനെയുണ്ട്? ഫ്രണ്ടും ബാക്കും എല്ലാം നല്ല വൃത്തിയായിട്ട് തന്നെത്താൻ വീട്ടിൽ തന്നെ നമ്മൾ ഡൈ ചെയ്തിട്ടുണ്ട്, ആരുടെ ഹെൽപ്പില്ലാതെ. ഞാൻ തന്നെ ഇതിൻ്റെ കൂടി വീഡിയോ എടുത്തതും കൂടെ ഞാൻ തന്നെ, വീഡിയോ എടുത്തതും അതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിയതും കൂടെ ഞാനാണ്. അപ്പം നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്യുവാണെങ്കിൽ ഇനിയും നല്ല വൃത്തിയായിട്ട് ഡൈ ചെയ്യാൻ പറ്റും തന്നെത്താൻ. കണ്ടോ? ഇവിടെയൊക്കെ കണ്ടോ? ഫുള്ള് വെള്ളയല്ലായിരുന്നു എനിക്ക് മുടി. ഇവിടെയൊക്കെ എനിക്ക് ഫുള്ള് നല്ല ഉള്ളെല്ലാം വെള്ളമായിരുന്നു. എൻ്റെ മുടി എല്ലാം വെള്ളമുടി ആക്ച്വലി. ഈ വെളിയിലോട്ടുള്ള പാർട്ട് മാത്രമേ ഉള്ളൂ ബ്ലാക്ക്, ബാക്കി റൂട്ട് ഫുള്ള് എനിക്ക് വെള്ളയാണ്. നോക്കണ്ടോ? നമ്മൾ ശ്രമിച്ചാൽ എല്ലാം പറ്റും. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ബൈ, സീ യു. അടുത്തൊരു നല്ല വീഡിയോയുമായിട്ട് നാളെ കാണാം. ഓക്കെ.